നമസ്കാരം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ക്യാമലക്ക മല്ലു. നമ്മളെന്നുള്ളത് ഉരുളയിലാണ്. കനേഡിയൻ ഔട്ട്ഡോർ ഹെറിറ്റേജിന് ഒരു ലാൻഡ്മാർക്കായ ഒരു സ്ഥലമുണ്ട് ഉരുളയിൽ. അവിടെയാണ് നമ്മളിപ്പോൾ എന്നുള്ളത്. കുറേ ആളുകളുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞ, കുറേ ആളുകൾ അവരെ തന്നെ തിരിച്ചറിഞ്ഞ, എന്താണ് അവരുടെ താല്പര്യങ്ങളെന്ന് അവർ തന്നെ സ്വയം മനസ്സിലാക്കിയ ഒരു സ്ഥലമാണ്. Elwood Ebbs isn't just a store, it's a part of lifestyle. For me, it's like stepping into a Canadian version of home, where nature, gear, and good people come together. ക്യാമ്പിംഗ്, ഫിഷിംഗ് അല്ലെങ്കിൽ ഹണ്ടിങ് എന്തൂസിയാസ്റ്റ് ഒരാൾക്ക് ഒരു സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മാർക്ക് ചെയ്തോളൂ. I would like to call this a store with a soul, where every corner tells a story. ഇതൊരു ഫിഷിംഗ് സ്പെസിഫിക് സ്റ്റോറാണ്. ഇവരൊരു ഏർലി 2000s സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹണ്ടിങ് സ്റ്റോർ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരത്തിലാണ്. അപ്പോൾ അവിടെയായിരുന്നു ഫിഷിംഗ്, ഹണ്ടിങ് എല്ലാം അവിടെയായിരുന്നു. പിന്നെ അവർ ഇങ്ങോട്ട് മാറ്റിയതാണ്. 20 വർഷത്തോളം മുമ്പാണ് ഈ ഒരു സ്റ്റോർ തുടങ്ങിയത്. 1930കളുടെ ആരംഭത്തിൽ എൽവുഡ് എബ്സ് എന്ന് പറയുന്ന ഒരാൾ അയാളുടെ സ്വന്തം ഗരാജിലിരുന്ന് തോക്കുകൾ റിപ്പയർ ചെയ്തും അതുപോലെ തന്നെ ഫിഷിംഗ് ലൂറുകൾ ഉണ്ടാക്കിയും തുടങ്ങിയൊരു സംരംഭമാണ് ഇന്ന് വളരെ വലുതായ വലിയൊരു കമ്മ്യൂണിറ്റി അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളത്. നിരത്തി വെച്ചിരിക്കുന്ന ഫിഷിംഗ് റോഡുകൾക്കും ലൂറുകൾക്കും റീലുകൾക്കും എല്ലാത്തിനും നമ്മളോടെല്ലാവരോടും ഓരോ കഥകൾ പറയാനുണ്ടാവും. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള പ്രൊഡക്ട്സ് മാത്രമല്ല കിട്ടുന്നത്, അതുപയോഗിക്കാനുള്ള നോളജും അതുപയോഗിച്ചവരുടെ എക്സ്പീരിയൻസുകളും അതുപയോഗിച്ചവരുടെ സക്സസ് സ്റ്റോറികളും എല്ലാം നമുക്കിവിടെ നിന്ന് അറിയാൻ പറ്റും. അപ്പം നമ്മൾ ഈ സ്റ്റോറിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റോറിലേക്ക് പോവുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ എബ്സിൻ്റെ തന്നെ ഹണ്ടിങ് സ്റ്റോറിലാണ് നമ്മൾ വന്നേക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം എത്രമാത്രം വണ്ടികൾ ഇവിടെ ഉണ്ടെന്ന്. നല്ല തിരക്കുണ്ടാവും. നമ്മളിപ്പോൾ എൽവുഡ് എബ്സിൻ്റെ ഹണ്ടിങ് സ്റ്റോറിലാണ് വന്നിരിക്കുന്നത്. ഫയർ ആമുകളും ഹണ്ടിങ് ആക്സസറീസുകളും ബ്ലൈൻഡുകളും തോക്കുകളും ഉണ്ടകളും എല്ലാം ഉള്ള സ്റ്റോറിലാണ് വന്നിരിക്കുന്നത്. മറ്റുള്ള സ്റ്റോറുകൾ മാർക്കറ്റിങ്ങിൻ്റെയും പ്രോഫിറ്റിൻ്റെയും പുറകെ പോയപ്പോൾ ഇവർ ക്വാളിറ്റിയിലും സത്യസന്ധതയിലും ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് അറിഞ്ഞു വന്ന ഒരു സക്സസ് സ്റ്റോറിയായിട്ട് തന്നെ മാറി നിൽക്കുന്നു. And for me, as a newcomer, a Mallu exploring the great Canadian wild, it's a reminder that passion for outdoors speaks a universal language. ഈ സ്റ്റോറിൽ ടാക്സിഡെർമി ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മൃഗങ്ങൾക്കും ഓരോ ഫിഷിനും ഓരോ കഥകൾ പറയാനുണ്ടാവും. അതിന് പിടിച്ചവർക്ക് കഥകൾ പറയാനുണ്ടാവും, അതിന് ഭക്ഷണമായതിൻ്റെ ഒരു കഥകൾ പറയാനുണ്ടാവും. അതുമാത്രമല്ല, നമ്മൾ മേടിക്കുന്ന എക്യുപ്മെൻറ്റിൽ നമ്മുടെ പരിപൂർണമായ വിശ്വാസം നമ്മൾ അർപ്പിച്ചിട്ടാണ് കിലോമീറ്ററുകൾ താണ്ടി നമ്മൾ ഹണ്ടിങ്ങിനായാലും ഫിഷിങ്ങിനായാലും ഉൾക്കാടുകളിൽ പോകുന്നത്. ദിനംപ്രതി വേഗത കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്ത് ഒരു മനുഷ്യൻ്റെ സാഹസികത വൈഫൈയിലോ ആപ്പിലോ ഒതുങ്ങി നിൽക്കാതെ റൈറ്റ് ടൂൾസ് ഫോർ ദ റൈറ്റ് ജേർണി എന്നുള്ളതാണ് ഇതുപോലുള്ളൊരു സ്റ്റോറികളിൽ വരുമ്പോൾ നമുക്ക് ഫീലാവുന്നത്. അപ്പോൾ നിങ്ങൾ ഉരുള വഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഇറങ്ങി കാണുക. താങ്ക് യു ഫോർ വാച്ചിങ് ടിൽ ദി എൻഡ്.